പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം ടെക്സ്റ്റൈൽസ് 14 മാസത്തിന് ശേഷം വീണ്ടും തുറന്നു. സംസ്ഥാന സർക്കാർ 40 കോടി രൂപയാണ് ബജറ്റിൽ ഇതിനായി വകയിരുത്തിയത്. വൈദ്യുതി കുടിശ്ശിക ഒഴിവാക്കിയതും 8 കോടി രൂപ നവീകരണത്തിന് അനുവദിച്ചതുമാണ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായത്. തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തിയാണ് കോട്ടയം ടെക്സ്റ്റൈൽസ് വീണ്ടും തുറക്കുന്നത്. 1968 സ്ഥാപിച്ച കാലഹരണപ്പെട്ട യന്ത്രങ്ങൾ മാറ്റി ആധുനികവൽക്കരിക്കാൻ 8 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നവീകരണത്തിനായി 40 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുമുണ്ട്. ഈ മില്ലിൽ തന്നെ ഓട്ടോ കോണർ മെഷീനുകൾ 8 കോടി മുടക്കി ഇവിടെ വാങ്ങിക്കാനായിട്ടുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് കിട്ടുന്നതിനുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 150 തൊഴിലാളികളാണ് ഇവിടെ ജോലി നോക്കുന്നത്. 2020 ഫെബ്രുവരി 7 ലേ ഓഫ് പ്രഖ്യാപിച്ച് 2021 നവംബറിൽ തുറന്ന സ്ഥാപനം കഴിഞ്ഞ വർഷം മാർച്ച് 21 വീണ്ടും പൂട്ടിയത്. സ്ഥാപനം വീണ്ടും തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ യൂണിയനുകൾ സ്വാഗതം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം എന്ന നിലയിലാണ് ഫണ്ട് അനുവദിച്ച് ഇപ്പോൾ തുറക്കുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന എല്ലാ നടപടികൾക്കും യൂണിയനുകളുടെ പൂർണ്ണമായ സഹകരണമുണ്ട്. തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കി സർക്കാർ 25 ഏക്കർ സ്ഥലവും കെട്ടിടവും പുതിയ പദ്ധതിക്ക് ഉപയോഗിക്കണമെന്ന ആശയവും പലപ്പോഴും ഉയർന്നതാണ്. എന്നാൽ മറ്റു പല പ്രശ്നങ്ങൾ മൂലം ഇത് നടക്കാതെ പോവുകയായിരുന്നു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.